والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم فإن مع العسر يسرا إن مع العسر يسرا عباد الله أوصيكم بتقوى الله. സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചര്യയാണ്, ഒരു സുന്നത്താണ് മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകിയതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഈ ഭൂമുഖത്തെ ഒരു ശരിയാണ്, ഒരു സുന്നത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഈ ചര്യ മനസ്സിലാക്കാത്ത ചില ആളുകൾ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ അവർ ആത്മഹത്യയിലേക്ക് രക്ഷാമാർഗമായി ആത്മഹത്യയെ കണ്ടെത്താറുണ്ട്. മറ്റു ചിലർ വിശ്വാസത്തിൻ്റെ മാധുര്യം കൊണ്ട് ഏത് പ്രയാസങ്ങളെയും അതിജീവിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. മറ്റു ചിലർ എന്നുമെന്നും ദുഃഖിതനായി നാളുകൾ കഴിച്ചുകൂട്ടി അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സുമൊക്കെ രോഗിയായി മാറി അവസാനം നാശത്തിലേക്ക് പതിക്കുന്ന സംഭവവും നാം കാണാറുണ്ട്. സഹോദരന്മാരെ, ഏത് കാലഘട്ടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നതിന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് തെളിവ് കാണാൻ സാധിക്കും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം നാം നിങ്ങളെ പരീക്ഷിക്കുമെന്നല്ല, പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള അവസാനത്തെ മനുഷ്യനെ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുമെന്നാണ്. എന്നിട്ട് അല്ലാഹ് പ്രയോഗിച്ച പ്രയോഗം നോക്കൂ നിങ്ങൾ. ബിശൈഇൻ മിനൽ ഖൗഫ്, ബിശൈഇൻ മിനൽ ഖൗഫ്. ഒരൽപ്പം ഭീതി മൂലം 100% ഭീതിയെപ്പറ്റി അല്ലാഹു പ്രസ്താവിച്ചിട്ടില്ല. കാരണം എന്താ? 100% ഭീതി ഒരു മനുഷ്യന് ജപിച്ചാൽ അവൻ ബോധരഹിതനായി മരിക്കേണ്ടി വരും. കാരണം ഒരു മനുഷ്യനും 100% ഭീതി ദുനിയാവിൽ അല്ലാഹു കൊടുക്കില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം ബിശൈഇൻ മിനൽ ഖൗഫ്, ബിശൈഇൻ മിനൽ ഖൗഫ്. ഒരൽപ്പം ആ ഭയം കൊണ്ട്, ഒരിത്തിരി ഭയം കൊണ്ട്, അല്ലെങ്കിൽ ഭയത്തിന്റെ ഒരു ഐക്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഇനി തുടർന്ന് പറയുന്നത്, ആ ഭയം മൂലമുണ്ടാകുന്ന ആ വിശപ്പും ആ സന്താനത്തിൻ്റെയും ആൾനാശവും അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള കായ്ക്കനികളുടെ നാശവും ഒക്കെ കൊണ്ടാണ് വനക്സിൻ മിനൽ അംവാലി വൽ ഔലാദ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരം മുസീബത്തുണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം? ഖാലു ഇദാ അസാബത്തുകും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതൊരാപത്തും മുസീബത്തും അവർക്ക് വരുമ്പോഴൊക്കെ വിശ്വാസികളായ ആളുകൾക്കുണ്ടാവേണ്ട സ്വഭാവം
ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ് ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത്. ആ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ളവരാണ് ഞങ്ങൾ. അവിടെയാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ജീവിതമുള്ളത് എന്ന ശരിയായ വിശ്വാസം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ പൊതിയുന്നതാണ്. ഇത് നഷ്ടപ്പെട്ടതാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ മനുഷ്യൻ ഭയവിഹ്വലനായി ആത്മഹത്യയിലേക്കും നിരാശാഭരിതനാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാട് കൊണ്ട്, ഖൗഫ് കൊണ്ടും ഹസ്ന് കൊണ്ടും അല്ലാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞെടുത്ത് ആ ഖൗഫും ഹസ്നും ആ പരീക്ഷണത്തിന് നാം വിധേയമാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നിരാശപ്പെടാൻ പാടില്ലതല്ല. നിരാശ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ചര്യയല്ല. അതൊരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറയുന്ന ആ വാക്ക് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ രേഖപ്പെടുത്തുന്നു. വലാ തയഅസൂ മിൻ റൗഹില്ലാഹ്. മക്കളോട് ആ ബിന്യാമിനെയും യൂസുഫിനെയും തെരഞ്ഞു പോയി നോക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന രംഗത്ത് ആ മക്കളോട് ആ വന്ധ്യവയോധികനായ പിതാവ് പറയുന്നത് വലാ തയഅസൂ മിൻ റൗഹില്ലാഹ്. അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിന്ന് മക്കളെ നിങ്ങൾ നിരാശപ്പെട്ട് പോവരുത്. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിന്ന് നിരാശ ഉണ്ടാകുക എന്നുള്ളത് അവിശ്വാസിയായ ജനവിഭാഗത്തിന്റെ സ്വഭാവമാണ്. ഒരു വിശ്വാസിക്കൊരിക്കലും അത് ഫിറ്റല്ല. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവൻ അല്ലാഹു തആല അവന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സിറ്റ്, ഒരു പോംവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, റബ്ബിന്റെ പരീക്ഷണം നാം നേരിടുമ്പോഴൊക്കെ അത് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ നാം തയ്യാറാവണം. ഇദസ്തമലത് അലൽ ബുസിൽ ഖുലൂബു വലാക ബിമാ ബിഹിസ്സദുർ റഹീബു അത്വാക അലാ ഖനൂതിൻ മിൻക ഹൗതു യമുന്നു ബിഹിൽ ലതീഫുൽ മുസ്തജീബു. കവിയുടെ ഭാഷ്യം നോക്കൂ നിങ്ങൾ. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു കവിയുമ്പോൾ, അങ്ങനെ വിശാലമായ ആ ഹൃദയം ഇടുങ്ങിപ്പോകുമ്പോൾ അതാ റബ്ബിങ്കിൽ നിന്നുള്ള സഹായം നിങ്ങൾക്ക് വന്നെത്തുന്നു. ആ ദയാലുവായ അല്ലാഹു, കാരുണ്യവാനായ അല്ലാഹു, പ്രാർത്ഥനക്കുത്തരം നൽകുന്ന അല്ലാഹു നിങ്ങൾക്ക് ആശ്വാസം കൊണ്ടുവരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യമാണ് ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഇന്ന മഅൽ ഉസ്രി യുസ്റ. പ്രയാസത്തോടൊപ്പം ഏത് ദുരിതങ്ങൾ വന്നാലും അതിൻ്റെ കൂടെ ഒരു എളുപ്പമാർഗം ഉണ്ടാവും. ഒരു കയറ്റം കയറിയാൽ ഒരിറക്കമുണ്ടാവും, ഒരിറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റമുണ്ടാവും. ഇതാണ് ദുനിയാവ് സഹോദരന്മാരെ. അതുകൊണ്ട് ആലോചിച്ച് നോക്കുങ്ങൾ, ഏത് കാര്യം ഇങ്ങനെ തന്നെ. ഒരു ദഹനക്കേടുണ്ടായാൽ ആ മരുന്ന് മൂലം നമുക്ക് ആശ്വാസം നൽകുന്നത് പോലെ ജീവിതത്തിലെ മുതൽ സെറ്റ് വരെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന അതിലുള്ള അള്ളാഹുവിന്റെ ആ വാക്യത്തിലുള്ള ആ വിശ്വാസം. അതുകൊണ്ട് ഏത് കഷ്ടപ്പാടും അതെത്ര നീണ്ടുപോയാലും അതിനൊരു ആശ്വാസം വന്നെത്തും. ഏതുപോലെ രാത്രിയുടെ ഇരുട്ട്, ആ ഇരുട്ടെത്ര നീണ്ടുപോയാലും അതിൻ്റെ ആ ഇരുട്ടിൻ്റെ അകത്ത് ഫജ്ർ എന്ന പ്രഭാതം എന്ന അത് പൊട്ടിവിടരുന്നത് നാം കാണാറില്ലേ? ഇതേപോലെ ആശ്വാസം ഉണ്ടാകും. ഒരു പക്ഷേ അത് ദുന്യാവിലാകൂല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് മർദ്ദിതരായ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്ന കരച്ചിൽ നാളെ ആ കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കുന്ന ഒരു ദിവസം വരും. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ പുഞ്ചിരിക്കുന്ന ഒരു ദിനം വരാനുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഞാൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഖലഖ്തു ഉസ്റൻ വാഹിദ. ഒരൊറ്റ പ്രയാസം അഥവാ ദുനിയാവിലെ ഒരു പ്രയാസം മാത്രമേ ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളൂ. ബൈന യുസ്റൈൻ, അതിന് തന്നെ രണ്ട് എളുപ്പം, രണ്ട് ആശ്വാസത്തിന്റെ ഇടയിലാണ്. ഒന്ന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ തന്നെ ആ വിശ്വാസം മൂലം അവനൊരു ആശ്വാസം വരും.
ആ ദുനിയാവിനോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ ആ പരലോകത്തും അവന് ആശ്വാസം വരും. ഈ രണ്ടാശ്വാസം ലഭിക്കുന്നവനാണ് വിശ്വാസി എന്നുള്ളത്. ഫലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാർ, എന്ത് പ്രയാസം ഉണ്ടായാലും അതിനൊരു ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം, അം അസിബ്തുൻ അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വലമ്മാ യഅതികും മസലുൽ ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ആ രീതി, ആ മാതൃക നിങ്ങൾക്ക് ആ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നെത്തിയിട്ടല്ലാതെ എന്താണ് അവരുടെ രീതി? മസ്സത്തുഹുമുൽ ബസാഉ വദ്ദറാഅ്, അവർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ബാധിച്ചിട്ടുണ്ട്. വസുൽസിലു, അവർ കിടുകിടാ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു, ആ പ്രവാചകനും ആ പ്രവാചകനോടൊപ്പം വിശ്വസിച്ച ആളുകളും പറഞ്ഞു പോകുമാറ് അവര് യഖ്മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ ആശ്വാസം വന്നെത്തുക എന്ന് പറഞ്ഞു പോകുമാറ് ആ രൂപത്തിൽ അവരെ കിടുകിടാ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുൻ സമുദായത്തിന്റെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സമുദായത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പരീക്ഷിക്കും എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും നേരിട്ടാണ് അവർക്ക് ഈ ദുനിയാവിൽ ആശ്വാസം ലഭിച്ചിട്ടുള്ളത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാതെ ദുരിതങ്ങൾ അനുഭവിക്കാതെ ഒരാൾക്കും ആശ്വാസം ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ കാലത്തെ വഴിവഴിച്ചിട്ട് കാര്യമില്ല സഹോദരന്മാര്. ജനങ്ങൾ, നമ്മുടെ സ്വഭാവം എന്താ? കാലത്തിന്റെ ഒരു കേടാണത്, അല്ലേ? കാലത്തിന്റെ പ്രത്യേകതയാണ്, എന്റെ തകരാറല്ല, കാലം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാലത്തെ പഠിച്ചാലും യഈബുന്നാസു കുല്ലുഹുമുസ് സമാന വമാ ലിസമാനിനാ ഐബുൻ സിവാന നഈബു സമാനനാ വൽ ഐബു ഫീനാ വലൗനതകസ്സമാനു ഇദൻ ഹജാനാ. ജനങ്ങളെല്ലാവരും കാലത്തെ പൈചാരി പറയും, കാലത്തിന്റെ പോരായ്മയാണെന്ന് ആളുകൾ പറയും. യഥാർത്ഥത്തിൽ കാലത്തിന് യാതൊരു പോരായ്മയുമില്ല, ന്യൂനതയുമില്ല. പോരായ്മയുള്ളത് നമുക്കാണ്. അതുകൊണ്ട് കാലത്തെ നാം വഴിപിഴപ്പിക്കുമ്പോൾ പിന്നെ കാലത്തെ നാം പോരായ്മ പറയുമ്പോൾ, അതിന് വഴിചാരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അയ്ബുള്ളത്, പോരായ്മയുള്ളത് നമ്മളിലാണ്. വലൗനതകസ്സമാനു, ആ കാലത്തിനെങ്ങാനും സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ കാലം അതിന്റെ നാവ് കൊണ്ട് നാവിട്ട് നമ്മെ അടിക്കുമായിരുന്നു എന്ന് ആ കവിയുടെ ഭാഷയിൽ നമുക്ക്. അതുകൊണ്ട് സഹോദരന്മാരെ, കാലത്തിന്റെ തകരാറില്ല, കാലത്ത് ജീവിക്കുന്ന നമ്മുടെ തകരാറാണ്. അതുകൊണ്ട് നാം വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക, പ്രവാചകന്റെ സുന്നത്തിലേക്ക് മടങ്ങുക. അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹി ഉസീകും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, മഹാനായ മുഹമ്മദ് നബി അലൈഹി സ്വലാമിൻ്റെ ആ ജീവിത ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചത് മുതൽ അന്ന് തന്നെ മക്കയിലെ മുശ്രിക്കുകളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കുകയാണ് ആ സഹാബത്തും പ്രവാചകനും. അങ്ങനെ ഗതിയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്തിനോട് ആശ്വാസത്തിന് വേണ്ടി അബിശീനിയയിലേക്ക് ഹിജ്റ പോകാൻ കൽപ്പിക്കുന്നുണ്ടല്ലോ. ആ അബിശീനിയൻ രാജാവർക്ക് അവിടെ ആ സ്ഥലത്ത് അബിശീനിയയിൽ ആശ്വാസം, അവർക്കൊരു സഹായം നൽകുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ എതിർപ്പുകളെ ഏറ്റുകൊണ്ട് പ്രവാചകനും ഏതാനും സഹാബികളും അവിടെ ദഅവത്ത് നടക്കുമ്പോൾ വീണ്ടും ആ പ്രവാചകനെ കൊല ചെയ്യാൻ വേണ്ടി അവർ ഗൂഢാലോചന നടത്തുകയാണ്. ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലേക്ക് ഹിജ്റ പോവാൻ കൽപ്പിക്കുന്ന ആ സംഭവം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ രംഗത്തൊക്കെ ആ ഹിജ്റ പോയതിന് ശേഷവും
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മദീനയിൽ നിന്ന് വീണ്ടും ആശ്വാസം ലഭിക്കുന്നതോടൊപ്പം വീണ്ടും ആ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരികയാണ്. അതാണ് ആ യുദ്ധ സംഭവങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഖന്തക് യുദ്ധ രണാങ്കളത്തിൽ ഹിജ്റ 5-ാം വർഷത്തിലെ 10,000 പേരടങ്ങുന്ന ആ സൈന്യം ഖുറൈശികളും ആ മുശ്രിക്കുകളും മറ്റു ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നുള്ള സഖ്യകക്ഷികളും മദീന വളഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ നാമാവിശേഷമാക്കാൻ തിരിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകുന്ന ആ വചനമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജാഅതകും ജുനൂദൻ ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹാ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ടിരിക്കണം. ആ സൈന്യം ആ ഖന്തക് രണാങ്കളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ആ സൈന്യം നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ, എന്നാൽ ആ ശത്രുക്കൾ ആ 10,000 അടങ്ങുന്ന ആ ശത്രു സൈന്യം നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റ് മൂലവും നിങ്ങൾക്കറിയാത്ത രൂപത്തിലുള്ള സൈന്യങ്ങളെ കൊണ്ടും അല്ലാഹു സഹായിച്ച ആ സന്ദർഭം ഓർക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രത്യേകിച്ചും ആ ഹിജ്റ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട അവസരത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗിയായി കിടക്കുന്ന ICUലൊക്കെ കിടക്കുന്ന സഹോദരൻ റാഷിദ്, അദ്ദേഹത്തിൻ്റെ ആ രോഗം അല്ലാഹുവേ നീ ശിഫ നൽകണമേ. എത്രയും പെട്ടെന്ന് നീ ശിഫ നൽകി ഞങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് നീ നൽകണേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ സഹോദരന്മാർ, സംഘടനാ പ്രവർത്തകർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും ആ സ്വർഗ്ഗത്തോപ്പിൽ നീ ഒരുമിച്ച് കൂട്ടണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.